നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ഡാറ്റ ലോകത്താണ് അല്ലേ? പക്ഷെ ഈ ഡാറ്റയോടൊക്കെ നമ്മളെങ്ങനെയാ സംസാരിക്കുക? അതിനൊരു പ്രത്യേക ഭാഷയുണ്ട്. അതാണ് SQL, അതായത് സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്. ഇന്ന് നമ്മൾ ആ ഭാഷയൊന്ന് അടുത്തറിയാൻ പോവാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ ഡിജിറ്റൽ ലോകത്ത് കാണുന്ന കോടിക്കണക്കിന് ഡേറ്റ അതൊക്കെ എങ്ങനെയായിരിക്കും തമ്മിൽ സംസാരിക്കുന്നത്? അതിനൊരു പ്രത്യേക ഭാഷയുണ്ട് കേട്ടോ. ഒരു ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിട്ടയായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ഡിജിറ്റൽ ലൈബ്രറി പോലെയാണ്. ആ ലൈബ്രറിയോട് സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള ഭാഷയാണ് SQL. അപ്പോ നമുക്ക് യാത്ര അങ്ങ് തുടങ്ങിയാലോ? നമ്മള് ഒരു ഡേറ്റാബേസ് ആർക്കിടെക്റ്റ് ആവാൻ പോവാണ്. ആദ്യം നമ്മള് ഈ ഭാഷ പഠിക്കും. പിന്നെ ആ ഡിജിറ്റൽ ലൈബ്രറിക്ക് ഒരു രൂപം കൊടുക്കും. അതില് വിവരങ്ങൾ നിറയ്ക്കും. അതിന് ചില നിയമങ്ങളൊക്കെ വെക്കും. അവസാനം അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അറിവ് എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾ നോക്കും. അപ്പോ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഭാഷയുടെ ഹൃദയത്തിലേക്ക് തന്നെ പോകാം. എന്തൊക്കെയാണ് SQLന്റെ പ്രധാന ഭാഗങ്ങളെന്ന് നമുക്ക് നോക്കാം. തുടങ്ങുന്നതിനു മുന്നേ തന്നെ ക്വറി എന്ന വാക്ക് കേട്ട് പേടിക്കണ്ട. വളരെ സിമ്പിളാണ്. നമ്മൾ ഡാറ്റാബേസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ഓർഡർ, അത്രയുള്ളൂ. SQL എന്ന ഭാഷയ്ക്ക് പ്രധാനമായും 3 ജോലികളുണ്ട്. ഒന്നാമത്തേത് DDL. ഇത് നമ്മുടെ ലൈബ്രറിയുടെ ഒരു പ്ലാൻ വരയ്ക്കുന്നത് പോലെയാണ്. എവിടെയൊക്കെ ഷെൽഫ് വെക്കണം എന്നൊക്കെ തീരുമാനിക്കും. രണ്ടാമത്തേത് DML. ഇത് ആ ഷെൽഫുകളിൽ പുസ്തകങ്ങൾ വെക്കുകയും എടുക്കുകയും ചെയ്യുന്നയാളാണ്. പിന്നെ മൂന്നാമത്തേത് DCL. ലൈബ്രറിക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉള്ളതുപോലെ ആർക്കൊക്കെ അകത്ത് കയറാം, എവിടെയൊക്കെ പോകാം എന്നൊക്കെ നിയന്ത്രിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്റ്റേജിലേക്ക് പോകാം. നമ്മുടെ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ. ഇവിടെയാണ് നമ്മൾ DDL കമാൻഡുകൾ ഉപയോഗിച്ച് ഡേറ്റാബേസിനും ടേബിളുകൾക്കും ഒരു രൂപം കൊടുക്കുന്നത്. ഇപ്പോ നമ്മുടെ ലൈബ്രറിക്ക് ഒരു കെട്ടിടം വേണ്ടേ? അതിനാണ് ക്രിയേറ്റ് ഡേറ്റാബേസ് എന്ന കമാൻഡ്. കെട്ടിടം റെഡിയായാൽ യൂസ് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് താക്കോലെടുത്ത് തുറന്ന് അകത്ത് കയറാം. നമ്മുടെ കയ്യില് ഇതുപോലെ എത്ര കെട്ടിടങ്ങളുണ്ടെന്ന് നോക്കാനാണ് ഷോ ഡേറ്റാബേസസ്. കെട്ടിടം മാത്രം പോരല്ലോ അല്ലേ? പുസ്തകങ്ങൾ വെക്കാൻ ഷെൽഫുകൾ വേണം. ഈ ഷെൽഫുകളെയാണ് നമ്മൾ ടേബിൾസ് എന്ന് വിളിക്കുന്നത്. പുതിയ ഷെൽഫ് ഉണ്ടാക്കാൻ ക്രിയേറ്റ് ടേബിൾ, പഴയതൊന്ന് വലുതാക്കാനോ ചെറുതാക്കാനോ ഓൾട്ടർ ടേബിൾ. ഇനി ആ ഷെൽഫ് വേണ്ടെങ്കിൽ ഡ്രോപ്പ് ടേബിൾ ഉപയോഗിച്ച് എടുത്തു കളയാം. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറൊക്കെ റെഡി. ഇനി അടുത്ത പണി എന്താ? നമ്മുടെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കണം. അതായത് എങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടതെന്നും അതെങ്ങനെ ചേർക്കാമെന്നും തീരുമാനിക്കണം. നമ്മുടെ ഷെൽഫുകളിൽ വെറുതെ പുസ്തകങ്ങൾ വെച്ചാൽ പോരല്ലോ. ചില കോളത്തിൽ കണക്ക് പുസ്തകങ്ങളെ വെക്കാവൂ, ചിലതിൽ കഥാപുസ്തകങ്ങൾ. അതുപോലെയാണ് ഡേറ്റ ടൈപ്പുകൾ. ഓരോ കോളത്തിലും എന്ത് തരം ഡേറ്റയാണ് വരേണ്ടതെന്ന് നമ്മൾ മുൻകൂട്ടി പറയും. പ്രധാനമായും സംഖ്യകൾ, അക്ഷരങ്ങൾ, പിന്നെ തീയതിയും സമയവും ഒക്കെയാണ് ഇതിൽ വരുന്നത്. അക്ഷരങ്ങൾ സൂക്ഷിക്കാൻ 2 പ്രധാന ഓപ്ഷനുകളുണ്ട്: ചാറും വേർക്യാറും. ചാറെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് സൈസുള്ള പെട്ടി പോലെയാണ്. നിങ്ങൾ അതിൽ ചെറിയൊരു സാധനം വെച്ചാലും ആ പെട്ടിയുടെ മുഴുവൻ സ്ഥലവും അതെടുക്കും. പക്ഷേ വേർക്യാർ അങ്ങനെയല്ല. അതൊരു ഇലാസ്റ്റിക് ബാഗ് പോലെയാണ്. നിങ്ങൾ ഇടുന്ന സാധനത്തിനനുസരിച്ച് അത് വലുതാകും. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ വേർക്യാർ ഒരുപാട് മെമ്മറി ലാഭിച്ചു തരും. നമ്മുടെ ഡാറ്റാബേസ് കൂടുതൽ സ്പീഡാകും. ഓക്കെ, ഇനി നമുക്ക് ഷെൽഫുകളിൽ പുസ്തകങ്ങൾ വെച്ചു തുടങ്ങാം. അതിനാണ് DML കമാൻഡുകൾ. ഇൻസേർട്ട് ഇൻറ്റു ഉപയോഗിച്ച് പുതിയ പുസ്തകങ്ങൾ ചേർക്കാം. അപ്ഡേറ്റ് വെച്ച് പഴയ പുസ്തകത്തിലെ തെറ്റ് തിരുത്താം. ഡിലീറ്റ് ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ എടുത്തുമാറ്റാം. പിന്നെ നമുക്ക് വേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞുപിടിച്ചു വായിക്കാൻ സഹായിക്കുന്ന സെലക്ട്. ഇതാണ് ഇതിലെ സൂപ്പർസ്റ്റാർ. അപ്പോൾ നമ്മുടെ ലൈബ്രറിയിൽ പുസ്തകങ്ങളൊക്കെ വെച്ചു. പക്ഷെ അതവിടെ ചിട്ടയോടെ ഇരിക്കണ്ടേ? അതിന് ചില നിയമങ്ങൾ വേണം. ഈ നിയമങ്ങളാണ് നമ്മുടെ ഡാറ്റയെ വിശ്വസനീയമാക്കുന്നത്. SQLലെ ഈ നിയമങ്ങളെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഓരോ കോളത്തിലും എങ്ങനെയുള്ള ഡാറ്റ വരാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന നിയമങ്ങൾ. ഡാറ്റയുടെ ക്വാളിറ്റി ഉറപ്പാക്കാൻ ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നോട്ട് നൾ എന്ന് പറഞ്ഞാൽ ഒരു കോളം ഒരിക്കലും ഒഴിച്ചിടാൻ പറ്റില്ല. യുണീക്ക് ആണെങ്കിൽ ഒരേ വില വീണ്ടും വീണ്ടും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിലെയൊക്കെ രാജാവാണ് പ്രൈമറി കീ. നമ്മുടെ ലൈബ്രറി കാർഡിലെ നമ്പർ പോലെയാണിത്. ഓരോ പുസ്തകത്തിനും ഒറ്റ നമ്പർ. ആ നമ്പർ വേറൊന്നിനും ഉണ്ടാവില്ല. അതൊഴിച്ചിടാനും പറ്റില്ല.
ഈ ഒരൊറ്റ നിയമം മതി നമ്മുടെ ഡേറ്റാബേസിനെ ഒരുപാട് ശക്തമാക്കാൻ. ശരി, നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഏറ്റവും പവർഫുള്ളായ ഭാഗം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ലൈബ്രറിയിൽ നിന്ന് എങ്ങനെയാണ് അറിവ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഇപ്പോ ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണമെടുത്ത് വായിക്കുന്നത് ഓക്കെ. പക്ഷേ ലൈബ്രറിയിലാകെ എത്ര പുസ്തകങ്ങളുണ്ടെന്നറിയണമെങ്കിലോ, അല്ലെങ്കിൽ എല്ലാ പുസ്തകങ്ങളുടെയും ശരാശരി പേജ് എത്രയാണെന്നറിയണമെങ്കിലോ ഓരോന്നായി എണ്ണി നോക്കുന്നത് നടക്കുവോ? ഇല്ല. ഇവിടെയാണ് എസ്ക്യുഎല്ലിന്റെ യഥാർത്ഥ മാജിക് വരുന്നത്. ആഗ്രിഗേറ്റ് ഫംഗ്ഷനുകൾ. ഈ ഫംഗ്ഷനുകൾ ആയിരക്കണക്കിന് വരികളിലെ ഡാറ്റ എടുത്ത് അതിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തി നമുക്ക് വേണ്ട ഒരൊറ്റ ഉത്തരം തരും. കൗണ്ട് ഉപയോഗിച്ച് എണ്ണമെടുക്കാം, സം ഉപയോഗിച്ച് എല്ലാം കൂട്ടാം, AVG ഉപയോഗിച്ച് ശരാശരി കാണാം. ഒറ്റ കമാൻഡിൽ വലിയൊരു ചിത്രം നമ്മുടെ മുന്നിലെത്തും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ നേരത്തെ വാർക്കാറിനെക്കുറിച്ച് പറഞ്ഞത്? അതിന് 6535 അക്ഷരങ്ങൾ വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഒരൊറ്റ ഫീൽഡിൽ ഒരു ചെറിയ പുസ്തകം തന്നെ എഴുതാം. അത്രയും വലിയ സാധ്യതകളാണ് ഡേറ്റയുടെ ലോകത്ത് SQL നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. അപ്പൊ നോക്കൂ, നമ്മൾ ഒരുമിച്ച് ഒരു ഡാറ്റാബേസ് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും അതിൽ എങ്ങനെ വിവരങ്ങൾ നിറയ്ക്കണമെന്നും നിയമങ്ങൾ വെച്ച് അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നും പഠിച്ചു. നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരനായിരുന്നില്ല, നിങ്ങൾ ഒരു വിവരങ്ങളുടെ ലൈബ്രറി തന്നെ നിർമ്മിച്ചു. ഇപ്പോൾ അതിനോട് സംസാരിക്കാനും നിങ്ങൾക്കറിയാം.